ഇനി നമ്മൾ ഡീൽ ചെയ്തത് ഈ പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുമാണ്. പവർ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് distribution transformer. Distribution transformer is the one that you see on roadsides for the distribution of electrical energy. These get supply from the 11 kV network. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് സപ്ലൈ കിട്ടുന്ന 11 kV നെറ്റ്വർക്കിൽ നിന്നാണ്. അപ്പോൾ സബ്സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ഇതിൻ്റെ പ്രൈമറിയിലോട്ട് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഒരേ 11 kV സപ്ലൈയിൽ നിന്ന് ഒന്നിലധികം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് ഫീഡ് ചെയ്യുന്നുണ്ടാകും. അപ്പം നമുക്ക് എല്ലായ്പ്പോഴും സപ്ലൈ വേണം, വെദർ ഇറ്റ് ഈസ് നൈറ്റ് ഓർ ഡേ ഓർ ഓഫ് ടൈം ഓർ ഓൺ ടൈം ഓർ പീക്ക് ഓർ ഓഫ് പീക്ക്. നമുക്ക് ത്രൂ ഔട്ട് 24 hours സപ്ലൈ തരാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ബാധ്യസ്ഥമാണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി സപ്ലൈ ഏജൻസി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എപ്പോഴും എനർജൈസ്ഡ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ സെക്കൻഡറിയിൽ ലോഡ് വരുന്ന സമയത്തെ വൈൻഡിങ്ങിൽ കൂടെ കറണ്ടുള്ളൂ. സെക്കൻഡറിയിൽ കൂടെ ലോഡ് വരുന്ന എപ്പോഴാണ്? depending upon the consumers. There are so many consumers connected to the network, industrial consumers and domestic consumers. സാധാരണയായിട്ട് പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു 6-6:30 മുതൽ ഒരു 7-8 മണി വരെയൊക്കെ പീക്കാണ്. ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് ഒരു 6-7 മണിയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് അല്പം ചേഞ്ചസ് ഒക്കെ വരും. Peak hours. അപ്പോൾ ട്രാൻസ്ഫോമർ ഹെവിലി ലോഡഡ് ടു ഫുള്ളി ലോഡ് ഓർ സ്ലൈറ്റ്ലി മോർ ദാൻ ഫുൾ ലോഡ് ഡ്യൂറിങ് ദിസ് പീക്ക് അവേഴ്സ് ആൻഡ് ഡ്യൂറിങ് ഓഫ് പീക്ക് അവേഴ്സ് ദ ലോഡ് ഈസ് മച്ച് ലെസ്. വെളുപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡ് വളരെ കുറവാണ്. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെ വൈൻഡിങ്ങിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ് ഓൺ ദി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ് ഓൺ ഇറ്റ്. അത് വേരിയിങ്. അപ്പോൾ നമുക്കറിയാം നോർമൽ എഫിഷ്യൻസി അല്ല ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിനാണ് നമുക്ക് എന്തുള്ളത്, ഓൾ ഡേ എഫിഷ്യൻസി ഉള്ളത്. ഒരു ഹോൾ ഡേ 24 hours അതിൻ്റെ എനർജിയായിട്ട് ബന്ധപ്പെട്ടുള്ള എഫിഷ്യൻസി, ഔട്ട്പുട്ട് എനർജി ഫോർ 24 hours എന്താണെന്ന് നോക്കും. അതിന് കൊടുക്കേണ്ടി വരുന്ന അത് എടുക്കുന്ന ഇൻപുട്ട് എനർജി എത്രയാണെന്ന് നമ്മൾ നോക്കും. എനർജി എന്ന് പറയുമ്പം പവർ ഇൻറ്റു ടൈമാണ്. അപ്പം ഇതിനകത്ത് വരുന്ന ലോഡ് വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ട്രാൻസ്ഫോമറിലെ വൈൻഡിങ്, സെക്കൻഡറി കറണ്ട്, ലോഡ് സൈക്കിൾ അനുസരിച്ചാണ്. കൺസ്യൂമർ ലോഡൊന്നും എടുക്കുന്നില്ലെങ്കിൽ സെക്കൻഡറി കറണ്ടൊന്നുമില്ല. പ്രൈമറിയിലെയും കറണ്ട് സ്വാഭാവികമായിട്ടും കുറഞ്ഞിരിക്കും. വി നോ ദാറ്റ് ദ പ്രൈമറി കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി സെക്കൻഡറി കറണ്ട്. അപ്പോൾ സെക്കൻഡറിയിലും പ്രൈമറിയിലും ഓഫ് പീക്ക് അവേഴ്സ് കറണ്ട് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും കോപ്പർ ലോസ് വൈൻഡിങ്ങിൻ്റെ കോപ്പർ അവിടെ വരുന്ന ലോസാണ്. കോപ്പർ ലോസ് എന്ന പവർ ലോസാണ്, I²R ലോസ്. അത് സ്വാഭാവികമായിട്ടും ലോഡ് അനുസരിച്ച് വേരി ചെയ്യും. ലോഡ് കുറവാണെങ്കിൽ കോപ്പർ ലോസ് കുറവാണ്. വി നോ ദാറ്റ് ദ കോപ്പർ ലോസ് ഇസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ലോഡ് കറണ്ട്. അപ്പം ഫുൾ ലോഡ് കറണ്ടിന് പകരം പകുതി കറണ്ടാണ് എന്നെങ്കിൽ, ഹാഫ് കറണ്ടാണ് എന്നുണ്ടെങ്കിൽ കോപ്പർ ലോസ് ഈസ് പ്രപ്പോർഷണൽ ടു ഹാഫ് ദ ഹോൾ സ്ക്വയർ. അപ്പം ഫുൾ ലോഡ് സമയത്തുണ്ടാകുന്ന ലോസിൻ്റെ, ഫുൾ ലോഡ് കോപ്പർ ലോസിൻ്റെ വെറും 4/1 ഹാഫ് ലോഡിൽ വരുന്ന ലോസ്. അന്നേരമുള്ള എനർജി ലോസ് എന്ന് പറയുന്നത് അതേപോലെ കുറവായിരിക്കും. അപ്പം നമ്മൾ ലോസസ്, കോപ്പർ ലോസ് എന്താണ്, അയൺ ലോസ് എന്താണ്, വെദർ ദ ട്രാൻസ്ഫോമർ ഈസ് ഡെലിവറിങ് പവർ, ലോഡ് ഓർ നോട്ട്, സിൻസ് ദ ട്രാൻസ്ഫോമർ ഈസ് എനർജൈസ്ഡ് ത്രൂ ഔട്ട് 24 hours, 24 മണിക്കൂറും അത് എനർജൈസ്ഡ് ആയതുകൊണ്ട്, അതിനകത്ത് സപ്ലൈ ഉള്ളതുകൊണ്ട് അതിനകത്ത് കോർ ലോസ് ഉണ്ടാകും. ദാറ്റ് ഈസ് ദ ഹിസ്റ്ററിസിസ് ലോസ് പ്ലസ് ദ എഡി കറന്റ് ലോസസ്. അതിനെയാണല്ലോ കോർ ലോസ് എന്ന് പറയുന്നത്. അത് 24 മണിക്കൂറും ഉണ്ടാകും. അപ്പോൾ എനർജി ലോസ്റ്റ് ഡ്യൂ ടു ദ കോർ ലോസ് ഈസ് ദിസ് കോർ ലോസ് മൾട്ടിപ്ലൈഡ് ബൈ 24 hours. അതായിരിക്കും എനർജി ലോസ്റ്റ് ആസ് കോർ ലോസ് ഡ്യൂറിങ് 24 hours. ഇനി എനർജി ലോസ്റ്റ് ഡ്യൂ ടു ദ കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ലോഡ് സൈക്കിൾ നോക്കും. എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോക്കും. ആ ഓരോ ലോഡ്, ഫുൾ ലോഡ് എത്ര സമയം, അതിനനുസരിച്ച് കോപ്പർ ലോസ്, എനർജി വേസ്റ്റഡ് ആസ് കോപ്പർ ലോസ് അത് കണ്ടുപിടിക്കും. ഇനി ഹാഫ് ലോഡ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോസസ്
കണ്ടുപിടിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ്ങുള്ള എനർജി ലോസ്റ്റ്, അതിൻ്റെ ഡ്യൂറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എനർജി ലോസ്റ്റ് കണ്ടുപിടിക്കും. അപ്പോൾ എനർജി ഔട്ട്പുട്ട് നമുക്ക് ലോഡ് സൈക്കിളിൽ നിന്ന് കണ്ടുപിടിക്കാം. എനർജി ലോസ്റ്റ് ഇപ്പോൾ 10 kW മെഷീൻ ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നെങ്കിൽ 10 kW × 10 അപ്പം kWh, അപ്പോൾ 100 kWh ആയിരിക്കും എനർജി ഔട്ട്പുട്ട് ഫോർ ദോസ് മെനി ഹവേഴ്സ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് പ്ലസ് the losses. So the output energy plus the lost energy lost as by way of core loss and iron loss. അപ്പോൾ അങ്ങനെ നമ്മൾ എനർജി ഇൻപുട്ട് ഫോർ 24 hours കണ്ടുപിടിച്ചിട്ടാണല്ലോ നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. അപ്പം ഔട്ട്പുട്ട് ഫോർ 24 hours ഡിവൈഡഡ് ബൈ എനർജി ഇൻപുട്ട് ഫോർ 24 hours, അങ്ങനെയാണ് നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. നോർമൽ കൊമേഴ്സ്യൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോമർ അല്ലാത്തതൊക്കെ ട്രാൻസ്ഫോമർ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക സിംപ്ലി ദ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ദി ഇൻപുട്ട് പവർ ട്രാൻസ്ഫോമറിൽ. അപ്പോൾ ഈ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് നമുക്ക് we need to reduce the all day efficiency, we need to increase the all day efficiency. അതിന് നമ്മൾ സിൻസ് ദ കോർ ലോസ് ഇസ് ഒക്കറിങ് ഓൾ ദ ടൈം വി നീഡ് ടു റെഡ്യൂസ് ദ കോർ ലോസ്. അപ്പോൾ കോർ ലോസ് കുറയ്ക്കത്തക്ക രീതിയിലുള്ളതായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈൻ. കോർ ലോസ് കുറയ്ക്കത്തക്ക രീതിയിലായിരിക്കും. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. ഇൻ ദ ഡിസൈൻ വി ടേക്ക് കെയർ ഓഫ് ടു റെഡ്യൂസ് ദി കോർ ലോസസ്. വൈൻഡിങ് ലോസ് എന്ന് പറഞ്ഞാൽ ലോഡ് സൈക്കിൾ അനുസരിച്ച്. പക്ഷേ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ സബ്സ്റ്റേഷനിലും നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനോട് അനുബന്ധമായി നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമേഴ്സാണ്. അത് നമ്മൾ ഒരു 24 MVA നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പം ഒരു ഉദാഹരണത്തിന് നമുക്ക് 24 MVA അല്ലെങ്കിൽ 20 MVA ഒരു സബ്സ്റ്റേഷൻ്റെ കപ്പാസിറ്റി ആണ് എന്നുണ്ടെങ്കിൽ 20 MVAയുടെ ഒരു ട്രാൻസ്ഫോമറല്ല ആ സബ്സ്റ്റേഷനിലുള്ളത്. സബ്സ്റ്റേഷനിൽ എന്താ ചെയ്യുന്നത്? 220 kV ആയിട്ടോ 110 kV ആയിട്ടോ വരുന്ന ഇൻപുട്ട് സപ്ലൈയെ നമ്മൾ സൗകര്യപ്രദമായിട്ടുള്ള ലോവർ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അപ്പോൾ 11 kV ഡിസ്ട്രിബ്യൂഷന് വേണ്ടുന്ന ഒരു സപ്ലൈ കാണും. അപ്പോൾ ഒരു 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്തെടുക്കും. അത് നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലും ഇൻപുട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്നിലധികമോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി how big the substation is, depending upon that എത്ര ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് സപ്ലൈ കൊടുക്കണമെന്നുള്ളതിനനുസരിച്ചിട്ട് അത്രയും 11 kV ഫീഡേഴ്സ് കാണും. So some 11 kV feeders will be there. In addition, we need to give the domestic consumers we supply. Domestic consumersനെ സംബന്ധിച്ച് 3 phase 415 വോൾട്ടാണ് അവരുടെ സപ്ലൈ. 415 എന്ന് പറഞ്ഞാൽ ലൈൻ ടു ലൈൻ. പിന്നെ സിംഗിൾ ഫേസ്, അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ലൈനും ന്യൂട്രലും എടുക്കുമ്പോൾ സിംഗിൾ ഫേസ് സപ്ലൈ കിട്ടും. അപ്പോൾ വി നീഡ് എസെൻഷ്യലി മിനിമം സം 11 kV feeders and some LT feeders, low tension feeders, 3 phase 415 volt supply feeders. അപ്പോൾ അതനുസരിച്ച് പവർ ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ 20 MVA ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിങ് എ സിംഗിൾ 20 MVA ട്രാൻസ്ഫോമർ 220 11 സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരു ട്രാൻസ്ഫോമർ എടുക്കുന്നതിന് പകരം ഒരു 20 MVA ട്രാൻസ്ഫോമർ കൊടുത്താൽ എന്താ കുഴപ്പം? ഇൻ കേസ് ഓഫ് എ പ്രോബ്ലം ഇൻ ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസ്ഫോമർ, the entire substation will be out of order. So that many number of consumers will be, the power supply to that many number of consumers will be interrupted. പവർ സപ്ലൈ അത് 2 ദിവസം എടുത്ത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ 2 ദിവസത്തേക്ക് ആ സബ്സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്ന നിരവധി കൺസ്യൂമേഴ്സ് ഉണ്ട്, അവർക്ക് സപ്ലൈ കിട്ടാതെ വരും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് 10 MVA വെച്ച് കൊടുത്താൽ ജസ്റ്റ് പീക്ക് അവേഴ്സിൽ 10 MVA വരും ആ ട്രാൻസ്ഫോമറിന്. അപ്പം ഫുൾ ലോഡായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതിലൊരു സ്ലൈറ്റ്ലി ഹയർ കപ്പാസിറ്റി. അപ്പോൾ 10 MVA വെച്ച് ഉള്ള 2 എടുക്കുന്നതിന് പകരം നമ്മൾ 12.5 MVA വെച്ചുള്ള 2 ട്രാൻസ്ഫോമർ എടുക്കും. അപ്പം 12.5 MVA ഇൻറ്റു 2 numbers. So total capacity is 25 MVA. So that certain amount of overload capacity is there for the transformer. 20 MVA എന്നുള്ള ലോഡ് ആ സബ്സ്റ്റേഷനിലെ ലോഡ് കാലക്രമേണ ഒരു 2 MVA 3 MVA 4 MVA പരമാവധി 5 MVA വരെ കൂടിയാലും
ദ ട്രാൻസ്ഫോമേഴ്സ് ക്യാൻ സേഫ്ലി ഹാൻഡിൽ ദറ്റ് പവർ. അപ്പോൾ നമ്മളൊരു 20 MVA സബ്സ്റ്റേഷൻ നമ്മൾ 2 12.5 MVA ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഉപയോഗിക്കാം. കാരണം ഓഫ് പീക്ക് അവേഴ്സിൽ പലപ്പോഴും അതിനകത്തെ പവർ വേണ്ടി വരുന്ന പീക്ക് അവേഴ്സ് മാത്രം മതി 20 MVA. അല്ലാത്തപ്പം ചിലപ്പോൾ 10 MVA താഴെയാണെങ്കിൽ ഒരു 10 MVA ട്രാൻസ്ഫോമർ, ഒരു 12.5 MVA ട്രാൻസ്ഫോമർ മാത്രം ഓണാക്കിയാൽ മതി. So that is one method. Instead of using a 12.5 MVA transformer, why can't we go for 3 8 MVA transformers? And that is another option. 3 8 MVA transformer ആണ്, greater flexibility is there. And we can use 2 numbers. If we use 2 numbers, then we can together supply 2 into 20 MVA. അല്ല 2 into 2 8 MVA ട്രാൻസ്ഫോമർ ആകുമ്പോൾ 2 into 8 16 MVA. അപ്പോൾ 16 MVA താഴെ അല്ലെങ്കിൽ പരമാവധി 16 MVA ലോഡ് വരെ ഉള്ളപ്പോഴേ നമുക്ക് 2 ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യിച്ചാൽ മതി. അത് ഇനി 10 MVA താഴെയാണെങ്കിലോ 8 MVA താഴെയാണെങ്കിലോ വി നീഡ് ടു വർക്ക് ഓൺലി 1 ട്രാൻസ്ഫോമർ. സോ 1 ട്രാൻസ്ഫോമർ ആകുമ്പോൾ അതിൻ്റെ ഒരു കോർ ലോസ് മാത്രമേ വരുള്ളൂ. അപ്പം ട്രാൻസ്ഫോമർ ക്യാൻ ബി സ്വിച്ച്ഡ് ഓൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലോഡ് ഓൺ ദ സബ്സ്റ്റേഷൻ. അപ്പോൾ അതായിരിക്കും കൂടുതൽ എഫിഷ്യൻസി. സ്റ്റാൻഡ് ബൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമറിനകത്ത് ഫാൾട്ട് ഉണ്ടെങ്കിൽ അതർ 2 ട്രാൻസ്ഫോമേഴ്സ് ആർ ഏബിൾ ടു മീറ്റ് 16 MVA ഔട്ട് ഓഫ് ദ 20 MVA ട്രാൻസ്ഫോമർ. അപ്പോൾ അതാണ് കൂടുതൽ ഫ്ലെക്സിബിളായിട്ടുള്ള റിലയബിളായിട്ടുള്ള ഒരു സിസ്റ്റം. അപ്പോൾ നമ്മൾ ഫോർ 20 MVA ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ഫോർ 3 8 MVA ട്രാൻസ്ഫോമേഴ്സ്. അപ്പം only for a certain time, only during the peak hours of the day. ആ പീക്ക് അവേഴ്സ് എന്ന് പറയുന്ന 2 മണിക്കൂറോ 3 മണിക്കൂറോ നേരം മാത്രമേ ഈ 3 ട്രാൻസ്ഫോമറും ഒരേപോലെ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ അത് മാറി മാറിയായിരിക്കും ഇൻ ഓപ്പറേഷൻ. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. ആ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും ഈ 3 ട്രാൻസ്ഫോമേഴ്സും വർക്ക് ചെയ്യുന്നത്. സോ ഓൺലി ഫോർ എ സ്മോളർ പീരീഡ് ലെസ് ദാൻ 24 hours ഈച്ച് ട്രാൻസ്ഫോമർ വിൽ ബി വർക്കിംഗ്. അപ്പം പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് they will be having a daily schedule of work. Not all the time it is working. പവർ ട്രാൻസ്ഫോമേഴ്സ് അതാണ്. അപ്പം പവർ ട്രാൻസ്ഫോമേഴ്സും ഡിസ്ട്രിബ്യൂഷൻ പിന്നെ പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോൾ അത് വി വർക്ക് നിയർ ടു ദി ഫുൾ ലോഡ് കണ്ടീഷനിൽ അടുത്തായിരിക്കാനേ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ലോഡ് 8 MVA ഉള്ളൂ എന്നുണ്ടെങ്കിൽ 7 MVA 8 MVA ഉള്ളൂ എന്നുണ്ടെങ്കിൽ വി വർക്ക് ഓൺലി 1 8 MVA ട്രാൻസ്ഫോമർ. സോ ദിസ് പർട്ടിക്കുലർ ട്രാൻസ്ഫോമർ വിൽ ബി വർക്കിംഗ് അറ്റ് നിയർ ഫുൾ ലോഡിലായിരിക്കും. എന്തുകൊണ്ടാണ്? ട്രാൻസ്ഫോമർ ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് അറ്റ് മച്ച് ലോവർ ലോഡ്, ക്വാർട്ടർ ലോഡിലോ അതിൽ താഴെയോ അല്ലെ ഹാഫ് ലോഡിലോ ഒക്കെ ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യിച്ചാൽ അതിൻ്റെ എഫിഷ്യൻസി കർവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഫിഷ്യൻസി കർവ് അറ്റ് ഈസ് the point of operation is in the straight line portion of the efficiency curve, where the efficiency is maybe less than 50% or even lower. അപ്പം നേരെ മറിച്ച് നമ്മൾ ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഏകദേശം മാക്സിമം എഫിഷ്യൻസിക്ക് അടുത്ത് വരും. സോ വി ഓൾവേസ് take care to see that all the transformers work at its near full load point, where the efficiency of operation is maximum. അപ്പോൾ പവർ ട്രാൻസ്ഫോമേഴ്സ് അങ്ങനെ നമ്മൾ ലോഡ് അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യും, വർക്കിങ് ഓഫ് ചെയ്യും ബാക്കിയുള്ളതിനെ. അപ്പം ഓൺലി ഫോർ സർട്ടൻ ഡ്യൂറേഷൻ ഇറ്റ് വിൽ ബി വർക്കിംഗ്. അതാണ് പവർ. അപ്പം നമ്മൾ പവർ ട്രാൻസ്ഫോമേഴ്സ് അതിൻ്റെ കോപ്പർ ലോസ് കുറയ്ക്കാനാണ് നോക്കുന്നത്. കാരണം കോർ ലോസ് കുറച്ച് പീരീഡേ ഉള്ളതുകൊണ്ട് അതിൽ മാറ്റർ വരുന്നില്ല. അപ്പോൾ അതാണ് കോർ ട്രാൻസ്ഫോമറിൻ്റെയും പവർ ട്രാൻസ്ഫോമറിൻ്റെ വ്യത്യാസം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആകുമ്പം since it is directly giving the supply to the local consumers, we need to minimize the voltage drop. വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കാൻ നമ്മൾ ലീക്കേജ് റിയാക്റ്റൻസ് കുറയ്ക്കണം. ലീക്കേജ് റിയാക്റ്റൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ വിൻഡോ സൈസ് കുറയ്ക്കണം, വിൻഡോ വിഡ്ത്ത് കുറയ്ക്കണം. പവർ ട്രാൻസ്ഫോമറിൽ അങ്ങനെയില്ല. വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് നോട്ട് എ ബിഗ് പ്രോബ്ലം. If there is some voltage drop, you can correct it at the substation. ഇതിനകത്ത് ടാപ്പിംഗ് പോയിൻ്റ് ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, വോൾട്ടേജ് അഡ്ജസ്റ്റിംഗ് ടാപ്പ് ഉണ്ട്. ആ മെക്കാനിസം ഉപയോഗിച്ച് we can adjust the voltage. We can adjust the voltage and correct the voltage. We can compensate for any voltage drop. So that is the difference between the power transformer and distribution transformer.
the entire things are given in the hard copy of the notes. Please go through it.